ക്യാൻസർ ബാധിതരായ കുട്ടികളുടെ കുടുംബങ്ങൾക്ക് ആശ്വാസം. യാത്രാ ചെലവ് ഇനി സർക്കാർ വഹിക്കും. രക്ഷിതാക്കളുടെയും രോഗികളായ കുട്ടികളുടെയും വലിയൊരു ആശങ്കയ്ക്ക് പരിഹാരമാകുന്ന പുതിയ പദ്ധതിയെക്കുറിച്ചുള്ള വാർത്താ റിപ്പോർട്ട്. ക്യാൻസർ എന്ന മഹാരോഗത്തോട് പോരാടുന്ന കുഞ്ഞുങ്ങൾ, അവർക്കൊപ്പം താങ്ങായി നിൽക്കുന്ന മാതാപിതാക്കൾ, ചികിത്സയുടെ കഠിനമായ വഴികളിൽ പണത്തിന്റെ പേരിൽ ഇനി ഒരു രക്ഷിതാവും കണ്ണീർ വാർക്കരുത്. യുകെയിലെ ക്യാൻസർ ബാധിതരായ കുട്ടികളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ 10 മില്യൺ പൗണ്ടിന്റെ വമ്പൻ സഹായ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. യാത്രാ ചെലവുകൾ ഇനി സർക്കാരിന്റെ ബാധ്യതയാണ്. കൂടുതൽ വിവരങ്ങളിലേക്ക്. ക്യാൻസർ ബാധിതരായ കുട്ടികളുടെയും യുവാക്കളുടെയും കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമേകുന്ന പ്രഖ്യാപനവുമായി യുകെ സർക്കാർ. കുട്ടികളുടെ ചികിത്സയ്ക്കായി ആശുപത്രികളിലേക്ക് നടത്തുന്ന ദീർഘദൂര യാത്രകൾക്കായി ചെലവാകുന്ന തുക ഇനി മുതൽ സർക്കാർ നേരിട്ട് വഹിക്കുമെന്ന് ഹെൽത്ത് സെക്രട്ടറി വെസ് സ്ട്രീറ്റിംഗ് പ്രഖ്യാപിച്ചു. 2027 പൂർണ്ണമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്കായി വർഷം തോറും 10 മില്യൺ പൗണ്ടാണ് സർക്കാർ നീക്കിവെച്ചിരിക്കുന്നത്. 24 വയസ്സുവരെയുള്ള രോഗികൾക്ക് ഈ ആനുകൂല്യം ലഭ്യമാകും. നാഷണൽ ക്യാൻസർ പ്ലാനിന്റെ ഭാഗമായി ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിൾസ് ക്യാൻസർ ടാസ്ക് ഫോഴ്സ് നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ ഫണ്ട് രൂപീകരിച്ചിരിക്കുന്നത്. യുകെയിലെ കണക്കുകൾ പ്രകാരം 1/3 കുടുംബങ്ങളും വിദഗ്ധ ചികിത്സയ്ക്കായി 1 മണിക്കൂറിലധികം യാത്ര ചെയ്താണ് ആശുപത്രികളിൽ എത്തുന്നത്. പെട്രോൾ അടിക്കാനുള്ള പണമില്ലാത്തതിനാലോ ബസ് ചാർജ് ഇല്ലാത്തതിനാലോ ഒരു കുട്ടിയുടെയും ചികിത്സ മുടങ്ങരുത് എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. വരുമാന പരിധിയില്ലാതെ ക്യാൻസർ ചികിത്സ തേടുന്ന എല്ലാ കുട്ടികൾക്കും യുവാക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും യാത്രാ ചെലവിനായി അപേക്ഷിക്കാം. ആശുപത്രിയിൽ കഴിയുന്ന കുട്ടികൾക്ക് മികച്ച നിലവാരമുള്ള ഭക്ഷണം ഉറപ്പാക്കാൻ NHS ഫുഡ് സ്റ്റാൻഡേർഡ് പുനഃപരിശോധിക്കും. രോഗനിർണയ വേളയിലും ചികിത്സയ്ക്ക് ശേഷവും കുട്ടികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മാനസിക പിന്തുണ ഉറപ്പാക്കും. ആശുപത്രിവാസം കുട്ടികൾക്ക് പ്രയാസകരമാകാതിരിക്കാൻ സ്റ്റാർലെറ്റ്, പ്ലേവെൽ ടൂൾ കിറ്റുകൾ വഴി കളിക്കാനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. ഒരു കുട്ടി ക്യാൻസറിനോട് പോരാടുമ്പോൾ ആ കുടുംബം സിസ്റ്റത്തോടുകൂടി പോരാടേണ്ടി വരരുത് എന്ന് ഹെൽത്ത് സെക്രട്ടറി വെസ് സ്ട്രീറ്റിംഗ് പറഞ്ഞു. രോഗം നേരത്തെ കണ്ടുപിടിക്കാനും മികച്ച ചികിത്സ നൽകാനുമുള്ള വിപുലമായ പദ്ധതിയുടെ ആദ്യ പടിയാണിതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.